അമ്മേ, നിങ്ങൾ പോയ കാര്യം എന്തായി? നീലിമ എന്തു പറഞ്ഞു നിങ്ങളോട്? അവൾ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു. കണ്ണുകളിൽ ആകാംക്ഷയോടെ അവൻ ശാരദാമ്മയോട് ചോദിച്ചു. ശാരദാമ്മ അറപ്പോടെ അവനെ നോക്കി. മിണ്ടാതെ പൊയ്ക്കോ നീ. ഇല്ലെങ്കിൽ പെറ്റ മകനാണെന്ന് പോലും നോക്കാതെ മോശമായി ഞാൻ നിന്നോട് വല്ലതും സംസാരിച്ചു പോകും. കണ്ണുകൾ ചുവന്ന് വിരൽ ചൂണ്ടി അവർ സംസാരിച്ചു. അജയ്ക്കൊന്നും മനസ്സിലായില്ല. തൻ്റെ അമ്മയോട് നീലിമക്കുള്ള ഭയവും ബഹുമാനവും നേരിട്ട് കണ്ടിട്ടുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അമ്മ വിളിച്ചാൽ വരാതിരിക്കില്ല, വന്ന് തന്നെയല്ലേ പറ്റൂ എന്ന അഹങ്കാരത്തിലാണ് അവൻ വീട്ടിലിരുന്നത് തന്നെ. എന്തിനാടാ അവൾ ഇങ്ങോട്ട് വരുന്നത്? എന്തിനു വരണം? ഞാൻ പോലും തെറ്റായ തീരുമാനമെടുക്കാൻ നോക്കി. പൊത്തിക്കുതിക്കുന്ന രീതിയിൽ എൻ്റെ മരുമകൾ എന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. എന്ത് മനസ്സിലാക്കി തന്നെന്ന അമ്മ ഈ പറയുന്നത്? എന്തെങ്കിലും മനസ്സിലാക്കുന്ന രീതി സംസാരിക്കുന്നുണ്ടോ അവൾ? അജിയുടെ ശബ്ദമുയർന്നു. അവിടെ എന്താണ് നടന്നത് അറിയണമെന്ന അങ്കലാപ്പിൽ അവൻ്റെ തല ചൂടായിപ്പോയി. ഇനി മേലെ നിങ്ങളെ തടയാനോ ചോദ്യം ചെയ്യാനോ എൻ്റെ മരുമകൾ നീലിമ ഈ വീട്ടിലേക്ക് വരില്ല. ഇത്രയും നാണം കെട്ട അവസ്ഥയിൽ ഞങ്ങളും ജീവിക്കണമെന്ന നീ കരുതുന്നത്? ഈ ചീഞ്ഞു ഞാർന്ന ജീവിതത്തിനുള്ളിൽ മൂക്ക് പൊത്തിപ്പിടിച്ച് കഴിയേണ്ടി വരുന്ന ചിന്ത തന്നെ എനിക്ക് അറപ്പും അപമാനവുമാ. ആരെ ഉദ്ദേശിച്ച അട്ടേ പോലെ എന്നവൾ വിളിച്ചു പറഞ്ഞത്? രേവതി കോപത്തോടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ശാരദാമ്മയോടായി പറഞ്ഞു. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം നീ. ശാരദാമ്മ അവളെ ഒന്ന് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എടി, ഞാൻ എന്തിന് വാക്കുകളക്കണം? പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് പോലെ തന്നെ ഞാൻ പറയും. കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേൾക്കാതിരുന്നാൽ മതി. കേട്ടല്ലോ? രണ്ടുപേരും ഒന്നടങ്ങ്. അവിടെ എന്താ നടന്നതെന്ന് പറയമ്മ. നീലിമ എന്തു പറഞ്ഞു? അരുണിനെ കൂട്ടി അവൾ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? നിന്നെപ്പോലെ ഒന്നുമില്ലാത്തവൻ്റെ കൂടെ ജീവിക്കില്ലെന്ന് പറഞ്ഞ് പോയവൾ ഇങ്ങോട്ടെങ്ങനെ വരും? അതാണ് നിന്റെ പുതിയ പെണ്ണും. അയ്യോ, തെറ്റിപ്പോയി നിന്റെ വെപ്പാട്ടി. അവരോടൊപ്പം സന്തോഷമായി നീ തന്നെ ജീവിക്കുക എന്ന് പറഞ്ഞ് വിവാഹമോചന പത്രത്തിലും അവൾ ഒപ്പുവെച്ച് തന്നിട്ടുണ്ടല്ലോ. അത് നീ അറിഞ്ഞില്ലേ? എന്ന് കേട്ടതും അവൻ ഞെട്ടിപ്പോയി. എന്ത് വിവാഹമോചന പത്രമോ? അവൾ എങ്ങനെ ഒപ്പുവെച്ച് കൊടുക്കും? ആരോട് ചോദിച്ചിട്ട് അവൾ ഒപ്പിട്ടത്? അവൾ മനസ്സിലെന്താ വിചാരിക്കുന്നത്? കവളത്ത് 4 കൊടുത്ത് വലിച്ചേച്ച് കൊണ്ടുവരണം അവളെ. അപ്പോഴേ അവൾക്ക് ബുദ്ധി വരും. അവൻ പറഞ്ഞു തുടങ്ങിയതും അറുത്തിടും നിന്റെ കൈ ഞാൻ. തോളോളം വളർന്ന മകനാണെന്ന് കരുതി കൈ നീട്ടുന്നത് പുറത്തു നിന്നാൽ കവളത്ത് അടിക്കുമെന്ന് നീ പറയുന്നേ? കൈ തല്ലി അടുപ്പിൽ വെച്ച് തരും ഞാൻ എന്ന് അമ്മ രോഷത്തോടെ പറഞ്ഞപ്പോൾ അവൻ അത്ഭുതത്തോടെ അവിടെ നിന്ന് നിന്നുപോയി. അമ്മേ, നീലിമ എൻ്റെ ഭാര്യയാണ്. അരുൺ ഞങ്ങൾക്ക് 2 പേർക്കും ജനിച്ച മകനും. ഓഹോ, അതൊക്കെ ഇപ്പോഴാണ് നീലിമ നിന്റെ ഭാര്യയാണെന്നും അരുൺ നിന്റെ മകനാണെന്നും ഓർമ്മ വന്നത്. എന്തേ അവളോടൊപ്പം കിടക്കുമ്പോൾ ഇത് നിനക്ക് ഓർമ്മ വന്നില്ലേ? അരുൺ വളർന്നു വരുമ്പോൾ നമ്മുടെ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് വേറൊരുത്തി വെച്ചിരിക്കുകയായിരുന്നു എന്ന് അറിയാനിടയാൽ അവൻ സംസാരിക്കാതെ നിൽക്കുമോ നിന്നോട്? ഇതൊക്കെ ചിന്തിച്ചു നോക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് നീ ചെയ്യുമായിരുന്നു. ആണുങ്ങൾ തിമിർ ഞാനൊരു ആണാണ് എന്ന അഹങ്കാരത്തിനാണ് നീ ധൈര്യത്തിലൊക്കെയല്ലേ ചെയ്തത് ഇതെല്ലാം? അമ്മയുടെ വാക്കുകൾക്ക് മുന്നിൽ അജയ്ക്ക് മറുപടിയില്ലാതായി. രേവതിയാകട്ടെ അവൻ്റെ ഈ സംസാരം കേട്ട് ദേഷ്യം ഇരച്ചു കയറി. അവൾ ഒപ്പിട്ട് കൊടുത്താൽ മതിയോ? ഞാനിടണ്ടേ? ഞാനല്ല ഒപ്പിടില്ല. വീണ്ടും നെഞ്ചുരിച്ചു വന്നവനെ എന്തെങ്കിലും എടുത്ത് അടിക്കണമെന്ന ആക്രോശത്തോടെ ശാരദാമ്മ മുന്നോട്ട് വന്നു. എന്തിനാടാ നീ ഒപ്പിടാതെ നിൽക്കുന്നത്? ദാ ഇവൾ വന്ന് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറാൻ. കല്യാണം കഴിക്കണം. മരുമകൾ അഭിമാനമുള്ളവളാ. അതുകൊണ്ട് അടുത്ത നിമിഷം തന്നെ ഒന്നും ചിന്തിക്കാതെ അവൾ അതിൽ ഒപ്പിട്ട് തന്നതും. അജയുടെ നോട്ടം ഇപ്പോൾ രേവതിയിലേക്ക് നീണ്ടു. മനസ്സിൽ ഭയമുണ്ടായിരുന്നെങ്കിലും ധൈര്യത്തോടെ തന്നെ അവൾ നിന്നു. നീ എവിടെ പോയിരുന്നോ രേവതി? ആ, ഞാൻ നീലിമയുടെ വീട്ടിലേക്ക് പോയി. അതിൽ എന്ത് തെറ്റാ ഉള്ളത്? നിങ്ങളും ഞാനും കല്യാണം കഴിച്ച് നിയമപരമായി ജീവിക്കണമെന്ന് വിചാരിച്ചത് തെറ്റാണോ? നിങ്ങളുടെ അമ്മ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ബന്ധത്തെ തെറ്റാണ് പറയുന്നതും. അതിനൊരു അവസാനമുണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ നീലിമയുടെ അടുത്ത് ഒപ്പുവാങ്ങാൻ പോയതും. അവളും ഈ ഒരു അവസരത്തിനെ കാത്തിരുന്നത് പോലെ ഉടൻ തന്നെ എനിക്ക് ഒപ്പിട്ട് തരുകയും ചെയ്തു. നിന്റെ ഭർത്താവിനെ അറിയാതെ നീ എൻ്റെ കൂടെ കിടക്കുമ്പോൾ ആരെങ്കിലും നിന്നെ തെറ്റായി സംസാരിക്കുമോ എന്ന് നീ ഇതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ. അവൻ്റെ വാക്കുകൾ അവൾ ഞെട്ടലോടെ നോക്കി. ഇത്രയും മാസമായി, ഇത്രയും വർഷമായി എൻ്റെ കൂടെ തന്നെയല്ലേ നീ ഉണ്ടായിരുന്നതും? അപ്പോഴൊന്നും ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന ചിന്ത നിന്നിൽ അലട്ടിയില്ല. ഇപ്പോൾ നീ എന്തിനാ അതെല്ലാം ചിന്തിക്കുന്നത്? നിനക്ക് നീലിമ ഇവിടെ വരരുത്, അത് തന്നെയല്ലടി ലക്ഷ്യം.
അവൾ നിനക്കൊരു ശല്യമാണ്, ഇങ്ങോട്ട് വരുമോ എന്ന ഭയം. അങ്ങനെയല്ലേ നീ ഇതെല്ലാം ചെയ്തത്? അതെ, അങ്ങനെ തന്നെയാണ്. നീലിമ ഇവിടെ വരരുത്. അവൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ശാശ്വതമായി പോകണമെന്ന് ഞാൻ വിചാരിച്ചു. പോരെ, ഞാൻ എപ്പോഴെങ്കിലും നീലിമയെ ഉപേക്ഷിച്ച് നിന്റെ കൂടെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അവളെ വിവാഹമോചനം ചെയ്യാൻ പോകുന്നു എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അജയുടെ വാക്കുകൾ കേട്ട് ശാരദാമ്മക്കും ദേഷ്യം വന്നു. ഇവൻ എന്താ ഈ വിചാരിക്കുന്നത്? നീലിമയും വേണം, അതേസമയം ഇവളോടൊപ്പം കഴിയണോ? ഇതെങ്ങനെ സാധ്യമാകും? ഇതിന് ഏത് പെണ്ണ സമ്മതിക്കുക? പണ്ടുകാലത്ത് പുരുഷന്മാർ രണ്ടു ഭാര്യയോടൊപ്പം ജീവിക്കുന്നതൊക്കെ ഇപ്പോഴും ജീവിക്കാമെന്ന ഇവൻ കണക്ക് കൂട്ടുന്നത് എത്ര വലിയ മണ്ടത്തരമാണ്! കാലം മാറിപ്പോയി. പെണ്ണുങ്ങളുടെ ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. ഇവിടെ നോക്ക് രേവതി, നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വാ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. അതും ലംഘിച്ച് നീ വന്നപ്പോൾ നിന്നെ ഞാൻ ഇതുവരെ ഇറക്കി വിട്ടിട്ട് പോലുമില്ല. പോട്ടെ, ഇതുവരെ നീ ചെയ്യുന്നതൊക്കെയും കണ്ടുകൊണ്ട് ഞാൻ മിണ്ടാതെയിരുന്നു എന്നതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണോ? അജയിൽ നിന്ന് ഈ പ്രതീക്ഷിക്കാത്തതുപോലെ ചോദ്യം കേട്ടതും അവൾ നിശ്ചലയായി നിന്നുപോയി. രണ്ട് തോണിൽ കാൽ വെക്കുന്നവൻ ഒരിക്കലും ഒരു കരയിലും എത്തില്ലെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇവൻ്റെ ഈ സ്വഭാവം സ്നേഹം കൊണ്ടുള്ളതല്ല, അത് തീരാത്തൊരു രോഗമാണ്. ആണുങ്ങളുടെ അഹങ്കാരത്തിൻ്റെ ഒരു പ്രകടനമാണ് ഇതെല്ലാം. താൻ തങ്ങിയിരിക്കുന്നത് ഒരു തകർന്ന കോട്ടയിലാണെന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. താനും ഒരടിമ മാത്രമാണ്. തിരിച്ചറിഞ്ഞ ആ നിമിഷം താനെടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന സംശയം അവളെ കാർന്നു തിന്നു. അവൻ നീലിമയെ ഉപേക്ഷിക്കുകയുമില്ല. ഒരടിമയെ പോലെ സ്ഥാനത്ത് മറ്റൊരടിമയെ തിരയുകയാണ് അവൻ. ഈ സത്യം തിരിച്ചറിഞ്ഞ നിമിഷം ഇതുവരെ അവൾ കാണിച്ച അഹങ്കാരമെല്ലാം അപമാനമായി അവളുടെ മുഖത്തെ അടിയിട്ടിയതുപോലെയായി. രേവതിയുടെ കയ്യിലുള്ള കടലാസ് അവൻ പിടിച്ചു വാങ്ങി നോക്കി. വരുന്നതിനെ ആർക്കും ഇനി തടയാനാവില്ല. അവൾ ഇങ്ങോട്ട് തന്നെ വരുമെങ്കിൽ അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും എന്നുറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അജയ് മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഇതുവരെ മറ്റുള്ളവരെ അടക്കി ഭരിച്ച് അധികാരം കാട്ടി അഹങ്കാരത്തോടെ നടന്നിരുന്ന അവൾക്കേറ്റ ആദ്യത്തെ അടിയായിരുന്നു അത്. അവൾ വേഗത്തിൽ പുറത്തേക്ക് പോയി സിത്തുവിനെ ഫോണിൽ വിളിച്ചു. ഒരു ആഡംബര നക്ഷത്ര ഹോട്ടൽ. സിത്തുവിനെ നോക്കിക്കൊണ്ട് എതിർവശത്ത് രേവതി ഇരിക്കുകയായിരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം ഒന്നൊഴിയാതെ അവനോട് പറഞ്ഞവൾ അവസാനമായി നീലിമ ഇങ്ങോട്ട് വരുന്നതിനെ ആർക്കും തടയാനാവില്ല എന്ന അജയ് പറഞ്ഞതും, അപ്പോൾ എന്നെ ഉപേക്ഷിച്ചു വന്നവൾ എനിക്ക് വേണ്ടി അവൻ ചെയ്യുന്നത് ഇത്ര മാത്രമാണോ? അവസാനം വരെ ഞാൻ അജയുടെ കൂടെ ഇതുപോലെ തന്നെയാണ് ജീവിക്കേണ്ടത്. എനിക്കറിയില്ല സിത്തു എന്ത് ചെയ്യണമെന്ന്. വരില്ല, ജീവിക്കില്ല എന്ന് പറയുന്നവളെ നിർബന്ധിച്ച് കൂട്ടി വരണമെന്ന് വിചാരിക്കുന്നവൻ എന്നെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ഞാൻ ധൃതിപ്പെട്ടു പോയോ എന്ന് തോന്നുന്ന സിത്തു എന്ന് പറയുമ്പോഴും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വാർന്നു വീണു. വേഗത്തിൽ അവളുടെ അടുത്തേക്ക് വന്നവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. ബേബി, എന്തിനാ കരയുന്നത്? നിന്റെ മൂല്യം അജയ്ക്ക് അറിയില്ല. അവനൊരു സ്വാർത്ഥനാ. നിന്നെ ഒരു കളിപ്പാവയായിട്ട് അവന് തോന്നിയതും അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ്. ചുമ്മാ പറയുന്നതല്ല. നിനക്ക് എന്താ വേണ്ടത്, ആരെയാ വേണ്ടതെന്ന് നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇത്രയും നാൾ നീ ആ അജയ് നിന്നെ നന്നായി ഉപയോഗിക്കുകയായിരുന്നു. ഭാര്യ സ്ഥിരമായി വിട്ടുപോകുകയാണ് അറിഞ്ഞതും അവൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വന്നു. ഇതുവരെ അത് മനസ്സിലാക്കാതെ നീ വെറുമൊരു പാവത്താനായി നിന്നു. നിന്നെപ്പോലെ പെണ്ണിനെ എങ്ങനെയാണ് അവൻ ഇത്രയും പറ്റിക്കാൻ കഴിഞ്ഞത്? അവൻ എങ്ങനെയൊക്കെ അടിച്ചിട്ട് നോക്ക്. കവളം വീങ്ങി ചുവന്നിരിക്കുന്നത് കാണുമ്പോൾ ആ അജയ് കൊല്ലാനാ തോന്നുന്നത് എന്ന് അവൻ അവളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്നെ വിട്ടുകളയാനും മനസ്സില്ലാതെ നിൽക്കുന്നു. ഇതിലും വലിയൊരു വിട്ടിയുടെ കൂടെ നിനക്കിനി എന്ത് ജീവിതമാണ് വേണ്ടത്? ജസ്റ്റ് ലീവ് ദാറ്റ് സ്കൈംബർ ബേബി. ശ്വാസമടക്കി പിടിച്ച് സംസാരിച്ചവനെ നോക്കി അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു.